വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അതേപോലെ തന്നെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ ഓപ്ഷൻ പുതുതായിട്ട് കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇതുവരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ അപേക്ഷ കൊടുക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ലേറ്റായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുവാനുള്ള ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോകളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുന്നതാണ്. അപ്പോൾ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും അതേപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എല്ലാ വിദ്യാർത്ഥികളും അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റോടുകൂടെ പല വിദ്യാർത്ഥികളും അഡ്മിഷൻ എടുക്കാത്ത സാഹചര്യത്തിൽ വീണ്ടും സീറ്റുകൾ ഒട്ടുമിക്ക കോളേജിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത ഈ കോളേജിലോട്ട് സീറ്റുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും അതേപോലെ തന്നെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റും ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നിലവിൽ ഗവൺമെൻറ് എയ്ഡ് കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ അതായത് ഗവൺമെൻറ് എയ്ഡ് കോളേജിലെ സീറ്റുകൾക്ക് നികത്തുന്നതിന് വേണ്ടി യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്ന് 2 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും അതേപോലെ തന്നെ അഫിലിയേറ്റഡ് കോളേജുകളിലെ അല്ലെങ്കിൽ സർവകലാശാല സെൻറ്ററിലെ സ്വാശ്രയ കോഴ്സുകൾക്ക് ഒഴിവുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലെ വേക്കൻസികൾ നികത്തുന്നതിന് വേണ്ടി യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്ന് റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കുക. ഓക്കെ, അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് എയ്ഡ് കോളേജിലോട്ടും അതേപോലെ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ റാങ്ക് ലിസ്റ്റുമാണ് ഇനി യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന വേക്കൻസി അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ്, അപ്പോൾ നിങ്ങൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് അത് നിങ്ങൾ ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിലും ഇനി പുതുതായിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും സീറ്റ് വേക്കൻസി നോക്കിയിട്ട് മാത്രം കൊടുക്കുക. കാരണം നിങ്ങളുടെ ഹയർ ഓപ്ഷൻസിലുള്ള കോളേജുകൾ സീറ്റുകളില്ലാത്ത നിങ്ങൾ കൊടുത്ത ഓപ്ഷൻ നിങ്ങൾ കൊടുത്ത കോഴ്സിൽ സീറ്റുകൾ വേക്കൻസി ഇല്ല എങ്കിൽ അത്തരത്തിൽ കൊടുത്തുകൊണ്ട് കാര്യം. അതുകൊണ്ട് കൃത്യമായിട്ട് മൂന്നാം അലോട്ട്മെൻറ്റ് ശേഷം ഇപ്പോൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സീറ്റ് വേക്കൻസി നോക്കിയിട്ട് മാത്രം വിദ്യാർത്ഥികൾ എഡിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് കാണാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് നിലവിൽ 22/7/2025 വരെ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കരുത്. കാരണം കൃത്യമായിട്ട് വേക്കൻസിക്ക് നോക്കിയിട്ട് എല്ലാ കാര്യവും കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ എഡിറ്റ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ എഡിറ്റ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ഫൈനലി എല്ലാ കാര്യം കൊടുത്ത് നിങ്ങൾ ഫൈനൽ സബ്മിഷൻ നിങ്ങൾ ബട്ടൺ പ്രസ് ചെയ്ത് ഫൈനൽ പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ PDF നിങ്ങൾ സേവ് ചെയ്ത് വെച്ച് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഇല്ലാതെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ പൂർത്തിയായിട്ടില്ലെങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് നിങ്ങളെ പരിഗണിക്കുന്നില്ല. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ നിലവിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ഹയർ ഓപ്ഷൻസൊക്കെ ക്യാൻസൽ ചെയ്ത് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അവസരത്തിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന എഡിറ്റ് ഓപ്ഷൻസ് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. ഇനി നിലവിൽ തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന, അതായത് എവിടെയും കിട്ടാത്ത വിദ്യാർത്ഥികളും അതേപോലെ ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളും നിലവിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ മാത്രം നിങ്ങൾ എഡിറ്റ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക് നിങ്ങൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പരിഗണിക്കുന്നതായിരിക്കും. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥിക്ക് വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലോ വന്നു കഴിഞ്ഞാൽ പുതുതായിട്ട് കിട്ടിയ കോളേജിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കണം. അതുകൊണ്ട് ആവശ്യമില്ലാത്ത വിദ്യാർത്ഥികൾ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് നിങ്ങൾ നിലനിർത്തരുത്. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതോടൊപ്പം തന്നെ ഇതുവരെയും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ, അതായത് ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും റാങ്ക് ലിസ്റ്റും പരിഗണിക്കുന്നതായിരിക്കും. പക്ഷേ നിങ്ങളുടെ കൊടുത്ത ഓപ്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് എഡിറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ സീറ്റ് വേക്കൻസി ഉള്ള കോളേജ് നോക്കിയിട്ട് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കലാണ് ബെറ്റർ. അത്തരത്തിലെ വിദ്യാർത്ഥികളും എഡിറ്റ് ഓപ്ഷൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ഒഴിവുകളുള്ള കോളേജ് നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അല്ലെങ്കിൽ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു അവസരം വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തും. ഓക്കെ, ഇനി ലേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നിലവിൽ ഇതുവരെയും അപേക്ഷ കൊടുക്കാത്ത വിദ്യാർത്ഥികളും അതേപോലെ തന്നെ എക്സാം ഉൾപ്പെട്ട പരീക്ഷകളൊക്കെ എഴുതിയിട്ട് പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും നിലവിൽ ലേറ്റ് രജിസ്ട്രേഷൻ ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ്. ഇവർക്കും 22-ാം തീയതി വരെ അപേക്ഷ കൊടുക്കാം. ഫീസ്, അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, SC/ST വിഭാഗത്തിൽ വിദ്യാർത്ഥികൾ 535 രൂപയും മറ്റു വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും 825 രൂപയുമാണ് ലേറ്റ് രജിസ്ട്രേഷൻ ഫീസ്. ഈ ഫീസ് കൊടുത്തുകൊണ്ട് ഇതുവരെ അപേക്ഷ കൊടുക്കാത്ത എല്ലാ വിദ്യാർത്ഥികളും അപ്ലൈ ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ പുതുതായിട്ട് അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥികളും കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും റാങ്ക് ലിസ്റ്റും പ്രസിദ്ധീകരിക്കുക. കൂടാതെ ഇനിയും പുതുതായിട്ട് അപേക്ഷ കൊടുക്കാനുള്ള അവസരം 29/2025 യൂണിവേഴ്സിറ്റി വീണ്ടും നൽകുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം, ഒഫീഷ്യൽ വെബ്സൈറ്റിലെ admission.uoc.ac. എന്നൊരു വെബ്സൈറ്റിൽ വന്ന് നിങ്ങൾ ഡിഗ്രിയുടെ ലിങ്ക് വഴി വിദ്യാർത്ഥികൾ ജസ്റ്റ് ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സീറ്റ് വേക്കൻസി, ക്ലിക്ക് ഹിയർ.
ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഏതാണോ കോളേജ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജ് ഏതാണെന്ന് നോക്കുക. അത്തരത്തിൽ ആ കോളേജിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സെർച്ച് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കോളേജിലെയും ഇപ്പോൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഈ കോളേജാണ് ഓരോ കോളേജിലെയും ഓരോ സബ്ജക്റ്റ് ബേസ് ആയിട്ടുള്ള സീറ്റ് വേക്കൻസി ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന 5 കോളേജാണെങ്കിൽ ആ 5 കോളേജിൽ ഏറ്റവും കൂടുതൽ സീറ്റ് വേക്കൻസി ഉള്ളത് ഏത് കോളേജാണെന്ന് നോക്കുക. ആ കോളേജ് നിങ്ങൾ ഒന്നാമതായിട്ട് കൊടുക്കുക. ശേഷം 2, 3, 4 അപ്പോൾ നിങ്ങൾ കൊടുത്ത അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസിലുള്ള കോളേജിലേക്ക് ഒരു വേക്കൻസി ഇല്ലാത്ത കോളേജാണെങ്കിൽ നിങ്ങൾ അവസരം നഷ്ടപ്പെടുത്തരുത്. അത് മാറ്റിയിട്ട് വേക്കൻസിയുള്ള കോളേജ് നിങ്ങൾ കൊടുക്കുക. അത്തരത്തിൽ എങ്ങനെയെങ്കിലും അഡ്മിഷൻ കിട്ടാൻ താല്പര്യമുള്ള വിദ്യാർത്ഥി, പ്രത്യേകിച്ച് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികളും അവർക്ക് ഈ രീതിയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് വേക്കൻസിയുള്ള കോളേജ് നോക്കിയിട്ട് കൃത്യമായിട്ട് സെർച്ച് ചെയ്ത് കണ്ടെത്തി ആ കോളേജുകൾ നിങ്ങൾ ഓപ്ഷനായി കൊടുക്കുക. അപ്പോൾ നിലവിൽ വിദ്യാർത്ഥികളുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 1, 2, 3 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അതേപോലെ റാങ്ക് ലിസ്റ്റ് വരുന്ന കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ നേരത്തെ തന്നെ യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 28-ാം തീയതിയാണ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുക. തീർച്ചയായിട്ടും 22-ാം തീയതിക്ക് ശേഷം ഏത് ദിവസവും യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അപ്ഡേറ്റ് വരികയാണെങ്കിൽ കൃത്യമായിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് വിദ്യാർത്ഥി നമ്മുടെ ചാനൽ അറിയിക്കുന്നതായിരിക്കും. അതേപോലെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഫസ്റ്റ് കഴിഞ്ഞാൽ അതിനുശേഷം യൂണിവേഴ്സിറ്റിയുടെ മാൻഡേറ്ററി ഫീ അടക്കുന്നു, അതേപോലെ അഡ്മിഷൻ എടുക്കുന്നു. അതേപോലെ വിദ്യാർത്ഥികളെ സെൽഫ് ഫിനാൻസ് കോളേജുണ്ട്. നേരത്തെ പറഞ്ഞ സെൽഫ് ഫിനാൻസ് കോളേജിൽ റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ സെൽഫ് ഫിനാൻസ് കോളേജ് ഡയറക്റ്റ് വിദ്യാർത്ഥികൾ മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക 29-ാം തീയതിയാണ്. ശേഷം സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് 4/8/2025 യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഷെഡ്യൂളൊക്കെ കൃത്യമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു കൃത്യമായിട്ടുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എഡിറ്റ് ചെയ്യുക. അതേപോലെ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരും കൃത്യമായിട്ടുള്ള വേക്കൻസി നോക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാൻ, നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഡിസ്മിസ് വാദരിച്ചിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.